എന്നാലേ ഞാൻ പറയാ ആരോടും പറയരുത്. ഇനി പോയി കച്ചറ ഉണ്ടാക്കിയല്ല എനിക്കിപ്പോ ഇനി ജീവിക്കണം. അതുകൊണ്ടാ പറയുന്നത്. ഉറപ്പല്ലേ? കല്യാണത്തിന്റെ ഏതോ ഓട്ടോറിക്ഷക്കാരന്റെ പേര് ഒളിച്ചോടി പോയിക്കുന്നു. അതെങ്ങനെ അറിഞ്ഞ്? അന്നേരമുള്ളതല്ലേ? അല്ലല്ല അതെങ്ങനെയാ അത് ഞങ്ങനെ വെച്ച് എന്റെ ശോഭിച്ചിങ്ങൊക്കെ എന്നെ അറിഞ്ഞു. നിങ്ങൾ എത്ര കൊറേ കാലായിട്ട് കാണുന്നുണ്ട്. അതെങ്ങനെ ഓല അറിഞ്ഞു ഞാൻ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. എന്ത് നാളെ കൂട്ടുകാരൊക്കെ കറങ്ങാൻ പോകുന്ന എനിക്ക് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി എന്താക്കാനാ? അതല്ല മെനക്കേട്ടെങ്കിൽ കൂട്ടാണ്ട് പോകുന്നത്. കൂട്ടാണ്ട് പോകുന്നതിന് എന്താ പ്രശ്നം? സാധനം ഓനോട് അറിഞ്ഞാ പോരെ അല്ലെ കോളിനൊക്കെ കിട്ടിയല്ലേ സാധനമൊക്കെ. അത് ഓല് വാങ്ങിയാ ശരിയാകല. ഒരു കാര്യോട് പറഞ്ഞേക്ക്. എന്തെന്നാ? കൂട്ടാണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ എന്നെ ഇങ്ങനെ കാണലുണ്ട്. എന്റെ അമ്മോ അതെന്റെ ഫ്രണ്ടാ. എന്ത് ഫ്രണ്ട്? കല്യാണം കഴിഞ്ഞ 2 മക്കളായിട്ട ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. പഠിച്ചിട്ട് ഓട്ടോറിക്ഷ കയറി കുത്തിരിക്കണോ? അത് ഓന് ഒരു 5000 റുപ്യ കടം ചോദിച്ചു. അത് കൊടുക്കാൻ പോയതായിരുന്നു. അത് ശരി. 5000 റുപ്യ ഓന് കൊടുക്കാൻ എന്നോടങ്ങാൻ നോക്കിയേ? ഇത് നല്ല കൂത്ത്. നിങ്ങൾ എന്തെന്നാണ് എല്ലാം എനിക്ക് കണ്ണ് കൂടി കാണുന്നത്? ഞാൻ കണ്ണ് കൂടി ഒന്നല്ല. എനിക്ക് അത് അങ്ങനത്തെ കണ്ട എനിക്ക് അന്നേരം പിടികിട്ടും. ഇനി പോയിട്ട് കൊടുക്കണോ? നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താ പോരെ? ഗൂഗിൾ പേ ചെയ്താ രാജേഷ് ഏട്ടൻ വിചാരിക്കില്ല ഞാൻ എന്തിനവന് പൈസ ഇട്ട് കൊടുക്കുന്നതെന്ന്. രാജേഷ് ഏട്ടൻ വിചാരിക്കരുതില്ലേ? രാജേഷിന് അറിയാണ്ടുള്ള പരിപാടിയാന്നല്ലേ? രാജേഷ് ഏട്ടൻ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ടാ. ഇനി വിഷമിപ്പിക്കണം. എന്തെന്ന് ഞാൻ പോവും. നിങ്ങള് അടുത്ത കാര്യം പറ. സുമേഷിക്ക് ഞാനൊരു പണി കൊടുക്കും എന്തായാലും. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നില്ല. അത് തന്നെ വേണം. സുമയ്ക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം. നോക്കണ്ട് ഭാര്യമാരെ പിന്നെ വെച്ചിട്ട് ഭർത്താക്കന്മാരെ സഹായിക്കാൻ പറ്റില്ല. എന്താ നിങ്ങളെ ഓനെ അവര് സഹായിച്ചില്ല? ഒന്നും പറയണ്ട. ഞാൻ അനക്ക് പൈസ എടുത്തു തരാൻ വന്നേരം ഓള് വെള്ളം കൊണ്ട് കൊടുത്തേ. ഓളാരെ വെള്ളം കൊണ്ട് കൊടുക്ക? ഞാനില്ലേ ഇവിടെ. അത് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ പോവാ. ചോറും കറിയും ഒന്നും അയക്കില്ല. രാവിലെ തന്നെ ഈ ശാന്തേശിന്റെ അടുത്ത് അടിയും കണ്ടിട്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന അതും പോയി. നിങ്ങളോട് മിണ്ടിയാൽ എപ്പോഴും ഇങ്ങനെയാ. ഇനിയിപ്പൊ വേണ്ടാത്തൊന്നും പറഞ്ഞ് നടക്കണ്ട. നിങ്ങള് എന്തെന്നാന്ന് ശോഭേച്ചിയെ? ഇത്തിരി സമാധാനം കിട്ടി. എന്റെ സമാധാനം പോയാ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടി. നിങ്ങൾ വല്ലാത്ത സാധനം കേട്ടോ. ഞാൻ പോവുക എന്നാല്. അല്ല എന്റെ 100 റുപ്യ ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ ബേജാറാണ്ട. പക്ഷെ ഇങ്ങോട്ട് തരണ്ടായിരുന്നു. സമാധാനം പോയി. 100 റുപ്യ പോയാലെന്ന് എനിക്ക് കുറച്ച് ന്യൂസ് കിട്ടി. തന്റെ 1 മുറം വെച്ച് ആരാന്റെ അരമുറം പറയാൻ നിനക്ക്. കുഞ്ഞാ